നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്, നിരന്തരം അതിനെതിരെ പ്രതിഷേധമുയർത്തിയതാണ്. എന്നാൽ രാജേന്ദ്ര ആർലേക്കർ എന്ന ഒന്നാം തരം സംഘിയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ചവിട്ടിയതിനു ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിന്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാംബയെയും ഹെഡ്ഗവാറിനെയും സവർക്കറെയും ഗോൾവാക്കറെയും പോലുള്ള സംഘപരിവാർ താൽപര്യങ്ങളുടെ അടയാളങ്ങളെയാണ്. ഒരു കാര്യം SFI അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. RSSന്റെ തറവാട്ട് സ്വത്തല്ല കേരളം, അതിന്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ. ഈ നാട്ടിലെ തൊഴിലാളികൾ അവരുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ ഈ നിമിഷം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. 50 മീറ്ററിന്റെ പുറകിൽ രാജ്ഭവനുണ്ട്. 50 മീറ്ററിനപ്പുറത്തേക്ക് നടക്കാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് ഈ സമരം ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചത്. ആർലേക്കറുടെ പ്രസ് റിലീസിൽ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ RSS അടയാളത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണെങ്കിൽ SFIക്ക് വേണ്ടി പറയാനുള്ളത് ഒരു കാരണവശാലും ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. RSSന് വേണ്ടി ഈ വിടുപണി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ വിടുപണിയോടൊപ്പം സമരസപ്പെട്ട് കേരളത്തിലെ സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും പോയി ജലിഞ്ഞമർന്നിരിക്കുന്ന കോൺഗ്രസ് ലീഗ് തെമ്മാടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നാണമാവില്ലേ, ലവലേശം ഉളുപ്പുണ്ടാവില്ലേ ഈ വർഗീയവാദികളുടെ മുഖത്തു നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ ഈ നിമിഷം വരെയും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളോ കേരളത്തിലെ മറ്റേ ഏതെങ്കിലും